കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവസന്നിധിയിൽ വളരെ അനുഗ്രഹീതമായ ഈ ആത്മീക ശുശ്രൂഷയിൽ, പ്രത്യേകിച്ച് അത്യുന്നതൻ്റെ മറവിലെന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രതീക്ഷയുള്ള ഹൃദയത്തോടെ രാവിലെ മുതൽ കർത്താവിൻ്റെ സന്നിധാനത്തിൽ പ്രാർത്ഥിച്ച് ഏകാഗ്രമായി ശുശ്രൂഷകൾ അനുഭവിച്ച് ചേർന്ന് പാടിയും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയും തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവും വന്ദനവും അറിയിച്ചുകൊണ്ട് ദൈവസന്നിധാനത്തിൽ തുടർന്നുള്ള ദൈവിക ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ കർത്താവിൽ നമ്മൾ ശരണപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് കർത്തൃദാസന്മാരിലൂടെ ഹൃദ്യമായും വ്യക്തമായിട്ടും ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. വീണ്ടും നമ്മോട് സംസാരിക്കട്ടെ എന്നുള്ള പ്രതീക്ഷയോടെ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ അനുഗ്രഹീതമായിരിക്കുന്ന ഒരാത്മീക ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തല പ്രവൃത്തിയിലെ ഒരു വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. 28-ാമത്തെ അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം, അതിൻ്റെ 10-ാമത്തെ വാക്യം വായിച്ച് ആ പശ്ചാത്തലത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. 28-ാം അധ്യായം 10-ാം വാക്യം അപ്പോസ്തല പ്രവൃത്തി വായിക്കുകയാണ്. ദയവായിട്ട് ദൈവസന്നിധിയിൽ നിങ്ങൾ സ്വതന്ത്രം ബൈബിൾ തുറന്ന് ആ വാക്യത്തെ ശ്രദ്ധിപ്പാൻ അപേക്ഷിക്കുന്നു. ഞാൻ വായിക്കുമ്പോൾ നിങ്ങളുടെ ബൈബിളിൽ ചേർന്ന് വാക്യത്തെ ശ്രദ്ധിപ്പാൻ അപേക്ഷിക്കുന്നു. 28:10 അപ്പോസ്തല പ്രവൃത്തി. അവരും ഏറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു. ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളതെല്ലാം കയറ്റി തന്നു. ഞങ്ങളെ മാനിച്ചു, ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവർ കയറ്റി തന്നു. പൗലോസിന്റെ കപ്പൽ യാത്ര, ആ കപ്പൽ യാത്രയിൽ സംഭവിച്ച കപ്പൽ ഛേദം, അതിനോടനുബന്ധിച്ചുണ്ടായ വളരെ ശക്തമായിരിക്കുന്ന അനിഷ്ട സംഭവങ്ങൾ, അത് അപ്പോസ്തല പ്രവൃത്തിയിലെ അവസാന ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകൾ നമുക്ക് നൽകുന്നതാണ്. സ്തോത്രം. 3 കപ്പലിൽ മാറിക്കേറി റോമിലേക്ക് എത്തിച്ചേരുന്ന ആ യാത്ര ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ നേർചിത്രമായിട്ട് അനേക സന്ദർഭങ്ങളിൽ കർത്തൃദാസന്മാർ പ്രസംഗിക്കാറുണ്ട്. വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ഒരു ചരിത്രമായിട്ട് എഴുതി വയ്ക്കാതെ ആത്മീക ജീവിതം നയിക്കുന്ന ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇതൊക്കെ ജീവിതത്തിൽ നേരിടേണ്ടി വരും എന്നുള്ള അർത്ഥത്തിൽ ആത്മീക വ്യാഖ്യാനത്തിലൂടെ എഴുതിയത് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. വിശ്വാസ ജീവിതത്തിലേക്ക് കയറിയതിന് ശേഷം അനേക പ്രാവശ്യം കർത്തൃദാസന്മാരുടെ വ്യാഖ്യാന ശുശ്രൂഷകൾ ഈ പശ്ചാത്തലത്തിൽ നിന്ന് ഞാൻ ഗ്രഹിച്ചിട്ടുമുണ്ട്. കപ്പൽ യാത്രയുടെ മുഴുവൻ ഭാഗങ്ങൾ ഈ ശുശ്രൂഷയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു പാരഗ്രാഫ് 28-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെ, ഈ 10 വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായിരിക്കുന്ന മെലീത്ത, ഇന്ന് മാൾട്ട എന്നറിയപ്പെടുന്ന, നമ്മുടെ മക്കളിലും കുഞ്ഞുങ്ങളിലൊക്കെ ഒരുപാട് പേർ ചെന്ന് കയറി ജോലിയിലും ഒക്കെ ആയിരിക്കുന്ന, ഇന്നും അറിയപ്പെടുന്ന ഒരു ദ്വീപായിരിക്കുന്ന മെലീത്ത എന്ന് ബൈബിൾ വിളിക്കുന്ന മാൾട്ട, ആ ദ്വീപിൽ ഈ കപ്പൽ യാത്രക്കാർ ചെന്ന് കയറിയ സംഭവമാണ് 28-ന്റെ 1 മുതൽ 10 വരെ. ഈ 10 വാക്യങ്ങൾക്കകത്തുനിന്ന് ഒരു 9 കാര്യം വിശ്വാസ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് വേണ്ടി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് നിശ്ചയമായിട്ടും ഇത് വെറും ഒരു സ്തോത്രം 9 കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു സമയമായിരിക്കില്ല. പ്രാർത്ഥിച്ചിരിക്കുകയാണെങ്കിൽ ദൈവം ചില കാര്യങ്ങൾ ഇടപെടാതിരിക്കുകയല്ല. പ്രതീക്ഷയോടെ കാത്തിരിക്കുക. കർത്താവ് ഈ 9 കാര്യങ്ങളിലൂടെ ചില കാര്യങ്ങൾ നമ്മളെ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തി ആത്മീക ദൂതുകൾ തരാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. കർത്താവ് ഇത് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പശ്ചാത്തലങ്ങൾ ഞാൻ മനഃപൂർവ്വമായി വിടുകയാണ് സമയം സേവ് ചെയ്യാൻ വേണ്ടി. സ്തോത്രം. ഈ അധ്യായം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: രക്ഷപ്പെട്ട ശേഷം എന്നൊരു വാക്കോടുകൂടിയാണ് ഈ പാരഗ്രാഫ് അഥവാ ഈ സംഭവം ആരംഭിക്കുന്നത്. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടെ നിന്നാണ് ഈ ചരിത്രം ആരംഭിക്കുന്നത്. ആദ്യത്തെ വാചകം തന്നെ ആദ്യം ഞാൻ എടുക്കാം. രക്ഷപ്പെട്ട ശേഷം. എത്ര സുന്ദരമായ വാക്കാണ്, രക്ഷപ്പെട്ട ശേഷം. ഒന്ന് ജീവിതത്തിലേക്ക് നോക്കിയാൽ എത്ര പേർക്ക് അത് പറയാൻ പറ്റുമെന്നറിയില്ല. സ്തോത്രം. രക്ഷപ്പെട്ട ശേഷം അങ്ങനെ ഒരു ചരിത്രം നമ്മളിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനായിട്ട് സ്തോത്രം ചെയ്യുക. രക്ഷപ്പെട്ട ശേഷം. ഹല്ലേലൂയ. സ്തോത്രം. ആദാമ്യ വർഗം മുഴുവൻ പാപം നിമിത്തം ശിക്ഷിക്കപ്പെട്ട് കിടക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ കാൽവരി മരണമാണ് മാനവരാശിക്ക് രക്ഷയൊരുക്കിയത്. അതുകൊണ്ട് പ്രവാചകനിലൂടെ ദൈവം അന്ന് പറയിച്ചു, സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുക. രക്ഷപ്പെട്ടോ എന്നൊരാഹ്വാനം സ്വർഗത്തിൽ നിന്നുണ്ടായി. അതിന് ജാതിയില്ല, മതമില്ല, സകല ഭൂവാസികൾക്കും രക്ഷപ്പെടാം. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊരു ചരിത്രമാണ്. പക്ഷെ ഞാൻ ചരിത്രത്തെ അതുപോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ എടുത്തു കാണിക്കുകയല്ല. എനിക്ക് നിങ്ങളോട് ദൈവത്തിൻ്റെ ആലോചന പറയണം. അതുകൊണ്ട് ഞാൻ ആ വാക്യത്തെ ആത്മീകവൽക്കരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കടലിൽ പോയവരല്ല, കപ്പൽ തകർന്നവരല്ല, വെള്ളത്തിൽ നിന്ന് നീന്തിക്കയറിയവരല്ല.
പക്ഷെ ജീവിതത്തിനകത്ത് ഒരുപക്ഷെ ഇന്ന് തന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കടങ്ങളോ ഭാരങ്ങളോ വീടില്ലാത്ത സ്ഥിതിയോ ജോലിയില്ലാത്ത സ്ഥിതിയോ കണ്ടേക്കാം. പക്ഷെ ആധ്യാത്മികമായി യേശുക്രിസ്തു നിമിത്തം രക്ഷപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവർ, നിത്യ തീയിൽ നിന്ന് രക്ഷപ്പെട്ടവർ, ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടവർ, പിശാചിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടവർ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ, അന്ധകാര കോട്ടയിൽ നിന്ന് രക്ഷപ്പെട്ടവർ, ശാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ, ചില ബുദ്ധിമുട്ടായിരുന്നെങ്കിലും അതിൽ നിന്ന് കയറിയവരുണ്ടെങ്കിൽ അവരിന്ന് പകരക്കാലം സ്തോത്രം ചെയ്തോണ്ട് ദൈവസന്നിധിയിൽ ഈ ദൂതനായി ഒരുക്കട്ടെ. ഹല്ലേലൂയ. റബാന ഷദന ഹംദരാജ ലക്ഷസിയ. ഹല്ലേലൂയ. ജീവിതം രണ്ടായി വേർതിരിക്കുന്ന ഇങ്ങനത്തെ ചില വാക്കുകൾ ഞാൻ സ്തോത്രം വേദപുസ്തകത്തിൽ കണ്ടിട്ടുണ്ട്. ഈ ശേഷം എന്ന് ചേർക്കുന്ന വാക്കുകൾ, ഇവിടെ രക്ഷപ്പെട്ട ശേഷം, അത് ജീവിതത്തെ തിരിക്കുന്നതാണ്. ഇത്ര വയസ്സായതിനു ശേഷം എന്നല്ല, പിള്ളേര് പേർഷ്യ പോയതിനു ശേഷമെന്നല്ല, ഞാൻ എൻ്റെ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചതിന്, എൻ്റെ യേശു എന്നെ തേടി വന്നതിന്, എൻ്റെ പാപ വഴികൾ വിട്ടുതിരിഞ്ഞതിന്, എൻ്റെ പാപക്കടലിൽ നിന്ന് ഞാൻ നീന്തി കയറിയതിന്, ഈ ലോകമോഹങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടതിന്, പ്രതീക്ഷ നഷ്ടപ്പെട്ട സ്ഥാനത്ത് നിന്ന് രക്ഷപ്പെട്ടതിന്, ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്, അതിനുശേഷം അതൊരു പ്രധാന കാര്യമാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, എപ്പോഴും പൗർഷ്യന് പുതിയ പ്രേക്ഷകരുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ഉണർത്തുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ ഒരു ദിവസമുണ്ടോ? ഞാൻ കർത്താവിൻ്റെ ചോരയാൽ ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷപ്പെട്ടതിന് ശേഷം, വീടൊക്കെ എപ്പോഴും ആ വാടക വീട് തന്നെയാണ്, സ്തോത്രം, ഞെരുക്കെല്ലാം ഒന്നും മാറിയില്ല, പക്ഷെ ജീവിക്കുമെന്നൊരു പ്രതീക്ഷ തന്നത്, ഇപ്പോഴൊന്നും തീരത്തില്ലെന്നൊരു പ്രതീക്ഷ തന്നത് രക്ഷപ്പെട്ടതിന് ശേഷമാണ്. പ്രതികൂലങ്ങളുടെ നടുവിലും കൊടുങ്കാറ്റിന്റെ നടുവിലും ആശയറ്റുപോയ സ്ഥാനത്ത് സ്തോത്രം ഞങ്ങളെ രക്ഷിച്ചത് കർത്താവാണ്. അതിനുശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഹല്ലേലൂയ. ഇതുപോലത്തെ ചില വാക്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. ഈ ആത്മീക ജീവിതത്തിൽ ശേഷം എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന വാക്യങ്ങളുണ്ട്. ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. ഗലാത്യ ലേഖനം സ്തോത്രം 3-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യം നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ആത്മീകത്തോട് ചേർത്ത് വെച്ച് പഠിക്കാൻ പറ്റുന്നൊരു വാക്യമാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. 3:25 ഇപ്രകാരം എഴുതി, വിശ്വാസം വന്ന ശേഷമോ. ശേഷം എന്ന വാക്കിനോട് ചേർത്ത് വെച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്. 5 ഞാൻ പറയാം. ആ വാക്കുകളാണ് നിങ്ങൾ ഓർപ്പിക്കുന്നത്. ആദ്യം പറഞ്ഞത് രക്ഷപ്പെട്ടതിന് ശേഷം, ഇപ്പോൾ പറയുന്നത് വിശ്വാസം വന്നതിന് ശേഷം. അത് തന്നെ സമയമെടുത്ത് നമ്മൾ ഗ്രഹിക്കേണ്ടതാണ്. വിശ്വാസം വന്നതിന് ശേഷം. ആ പാരഗ്രാഫ്, ഗലാത്യ ലേഖനത്തിലെ പാരഗ്രാഫ് 23-ാം വാക്യം തുടങ്ങുന്നത് വിശ്വാസം വരും മുമ്പേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ഒരു കാലഘട്ടത്തെ ഗലാത്യ സഭകളുടെ ഒരു പ്രത്യേകത പറയുന്നു. ഗലാത്യ സഭക്കാർക്ക് വിശ്വാസം വരുന്നതിന് മുമ്പ് ഒരു കാലം ഉണ്ടായിരുന്നു, വിശ്വാസം വന്നതിന് ശേഷം ഒരു കാലം ഉണ്ടായിരുന്നു. എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഗലാത്യരെല്ലാം കാട്ടുജാതിക്കാരായിരുന്നു, ദൈവം എന്ന ചിന്ത പോലും ഇല്ലാത്തവരായിരുന്നു? അല്ല. ഗലാത്യ ലേഖനത്തെക്കുറിച്ച് അല്പമെങ്കിലും അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഗലാത്യ ലേഖനത്തിന്റെ പശ്ചാത്തലം ന്യായപ്രമാണ തൽപരരായിരുന്ന, അഥവാ ന്യായപ്രമാണ വിശ്വാസികളായിരുന്ന ആളുകൾ. അവരാരാണ്? യഹൂദന്മാരാണല്ലോ ന്യായപ്രമാണം വിശ്വസിച്ചവർ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യഹൂദന്മാർക്ക് ദൈവത്തെ വിശ്വാസം ഇല്ലെന്നാണ് പറയുന്നത്. ഏകസത്യ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു കൂട്ടരല്ലേ അവര്? സ്തോത്രം. യഹോവ അവരുടെ ദൈവമാണെന്ന് അവർ അവകാശപ്പെടുന്നതല്ലേ? റോമാലേഖനം 9:4 പറയുന്നു, ദൈവം ഞങ്ങളുടേതാണ് എന്ന് പറയുന്ന ഒരു ജാതിയാണവർ. അപ്പൊ ദൈവത്തെ വിശ്വാസം ഇല്ലാത്തവരാന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇവർക്ക് എന്നാ വിശ്വാസം വന്നേ? ദൈവം ഉണ്ടെന്നൊരു വിശ്വാസം ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ എഴുത്തുകാരൻ പൗലോസ് യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവിനെ സ്വീകരിച്ചു വന്ന മനുഷ്യൻ ഇപ്പോൾ ഇവരോട് പറയുക, നിങ്ങൾക്ക് വിശ്വാസം വന്ന ശേഷമോ. അപ്പൊ ഇവരുടെ ജീവിതത്തിനകത്ത് വിശ്വാസം വന്ന ശേഷം എന്ന് പറയുന്നത് എന്ത് വിശ്വാസമാണ് വന്നത്? വിശ്വാസം തന്നെ വേദപുസ്തകത്തിൽ 10 തരത്തിലുണ്ട്. 10 തരം വിശ്വാസം. സ്തോത്രം. അതിപ്പോൾ ടി വിയിലൂടെ ഈ സമയത്ത് പറയാൻ പറ്റിയല്ല. അതിനൊക്കെ സ്തോത്രം പ്രത്യേകം ഇതൊക്കെ ഗ്രഹിക്കാനും പഠിക്കാനും സഭകളെ പഠിപ്പിക്കാനും ചുമതലപ്പെട്ടവർ ആഗ്രഹിക്കണം, അല്ലെങ്കിൽ വിശ്വാസികൾ ആവശ്യപ്പെടണം. സ്തോത്രം. ഞങ്ങൾക്കിത് ഗ്രഹിക്കാൻ പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയണം. എന്നും ഈ കെട്ടും പൂട്ടും ബന്ധനോ മാത്രം കേട്ട് തല പഴുത്ത് വീട്ടിൽ പോയി വെറുതെ സ്തോത്രം ഗതികെട്ട് ആയുസ് തീരുന്നതൊക്കെ നല്ലത്. ഞങ്ങൾക്കിതൊക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ചുമതലപ്പെട്ടവരോട് പറയണമെന്നേ. സ്തോത്രം. അപ്പോൾ ഈ അങ്ങനെ നോക്കിയെങ്കിൽ ഈ 10 വിശ്വാസമൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. 1.5 മണിക്കൂർ പറഞ്ഞെങ്കിലേ 10 വിശ്വാസം തീരുള്ളൂ. പക്ഷെ അങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം ബൈബിൾ പഠിക്കുന്നവരെ സംബന്ധിച്ച് മനസ്സിലാക്കാം. ഇതൊക്കെ പല ഗ്രേഡുകളാണ്. എന്ത് വിശ്വാസമാണ് ഇവർക്ക് വന്നത്? താഴെ എഴുതിയിരിക്കുന്ന വാക്കുകൾ നോക്കിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. അതിന് പ്രത്യേകിച്ച് ഡിക്ഷണറി കമന്ററി നോക്കണ്ട, ഗ്രീക്കും പഠിക്കാൻ പോകണ്ട. അവിടെ എഴുതിയിരിക്കുന്നു, വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല,
ക്രിസ്തുവേശുവിന്റെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു ഞാൻ പറഞ്ഞു വിടാൻ കേട്ടോളണം. വിശ്വാസം വരുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ എല്ലാവരും ഒരു ശിശുപാലകന്റെ കീഴിലായിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നമ്മളെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരുന്നു. ശിശുപാലകൻ എന്ന് പറയുന്നത് ഒരു ആലങ്കാരിക വാക്കാണ്. അത് ആ ന്യായപ്രമാണത്തെയാണ്, ആ പഴയ പാരമ്പര്യത്തെയാണ്. അപ്പൊ ഇവരുടെ പ്രത്യേകത വിശ്വാസം വരുന്നതിനേക്കാൾ മുമ്പ് ഇവരെ ശിശുപാലകന്റെ കീഴിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവരെ പിടിച്ചു വെച്ചിരുന്ന കുറെ പാരമ്പര്യങ്ങളുണ്ട്, അതിന്റെ കീഴെയായിരുന്നു. പക്ഷേ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവർ ഇവരുടെ തെരുവിൽ വന്നപ്പോൾ, പൗലോസിനെ പോലത്തെ ശുശ്രൂഷകർ ഇവരുടെ നാട്ടിൽ വന്നപ്പോൾ, യേശു ദൈവമാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ, മാനവ രക്ഷകനാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരെ ശിശുപാലകന്റെ കീഴെ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. അപ്പൊ ശിശുപാലകൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. വിദേശ രാജ്യത്തൊക്കെ പോയിരിക്കുന്നവർക്കറിയാം ബേബി സിറ്റിംഗ് എന്ന് പറയും. അപ്പനും അമ്മയും ജോലിക്ക് പോകുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ഏതെങ്കിലും അമ്മമാർ ഇവിടെ നമ്മുടെ ചെന്നിട്ടുണ്ടായിരിക്കും. സ്തോത്രം, ഒരു തൊഴിൽ, ഒരു ജീവിതം എന്ന നിലയ്ക്ക് ഒരു ഉപകാരമാണെന്ന് ബേബി സിറ്റിംഗ് തുടങ്ങും. അപ്പോൾ ആ കുഞ്ഞിന് ഒരു ബിസ്ക്കറ്റ് ഇച്ചിരി പാലും കൂടി അമ്മ കൊണ്ട് കൊടുത്തിട്ട് പോയാൽ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുന്നത് വരെയും ഈ കുഞ്ഞിനെ നോക്കിക്കോളും, പുറത്ത് വിടിയേല, സ്തോത്രം, അതിനെ സൂക്ഷിച്ചോളും. എന്നതുപോലെ ഒരു ബേബി സിറ്റിംഗ് ലെവലായിരുന്നു യേശുവിൽ കൂടെയുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നതിനേക്കാൾ മുമ്പ്. ഇന്നും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പറക്കം കാണും, ഉറക്ക സ്തോത്രം പറയാൻ ആഗ്രഹം കാണും, പക്ഷെ പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യും. കാരണം ശിശുപാലകനുണ്ട്. സ്തോത്രം, മനസ്സിലായോ? പ്രാപിച്ച അന്യഭാഷ ആത്മീക കൂട്ടത്തിനകത്ത് പറയണമെന്ന് ആഗ്രഹം കാണും, പക്ഷെ പറഞ്ഞാ പ്രശ്നമാ, ശിശുപാലകനുണ്ട്. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്ര, ഹല്ലേലൂയ. അപ്പൊ ശിശുപാലകന്റെ കീഴായിരിക്കുമ്പോൾ ഈ പ്രാപിച്ചതൊന്നും വേണ്ടും വണ്ണം ചെലവാക്കാൻ പറ്റിയല്ല. ഹല്ലേലൂയ. ശിശുപാലകനിൽ നിന്ന് രക്ഷപ്പെട്ടവർക്കായി ഇന്ന് പകരക്കാലം ഞാനൊരു 5-6 സ്തോത്രം അറിഞ്ഞുകൊണ്ട് പറയാ. ഹല്ലേലൂയ. ഓ റബന ശഗനാദിയാര. ഹല്ലേലൂയ. അപ്പൊ ശിശുപാലകന്റെ കീഴെ നിന്ന് പുറത്തു വരാൻ അതിന് ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാ പോരാ. പിന്നെയോ, ഞാൻ എൻ്റെ രക്ഷിതാവിനെ അറിഞ്ഞു, അവൻ എൻ്റെ കാര്യം നോക്കിക്കൊള്ളാമെന്ന് എന്നോട് പറഞ്ഞു, ഇനി നിന്റെ പരിപാലനം വേണ്ട, ഞാൻ അവന്റെ മകനായി ജീവിക്കാൻ പോകുകയാ എന്ന് പറയാനുള്ള തൻ്റെ ഇടം അകത്തേക്ക് കയറുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് ഇവർക്ക് വന്നത്. ആ വിശ്വാസം വന്നവർക്കായി സ്വത്ത്. നിങ്ങൾ വായിച്ചോ, ആ ഭാഗത്ത് വായിച്ചോ? വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴെയല്ല, ക്രിസ്തുവേശുവിന്റെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും അപ്പൊ ദൈവത്തിന്റെ മക്കളായി തീർന്നത് ഈ വിശ്വാസം വന്നതിന് ശേഷം. അല്ലാതെ ഞങ്ങളുടെ വെല്ലുമ്മച്ചി മുതൽ സ്വത്ര ഉപദേശമാരെ വീട്ടിൽ കയറ്റാറുണ്ട്, ഞങ്ങളുടെ അപ്പച്ചനാണ് സഭയ്ക്ക് സ്ഥലം കൊടുത്തത്, ആ വിശ്വാസമല്ല. എന്റെ യേശു എന്റെ കാര്യം നോക്കും, അവൻ എന്നെ വഴി കളയത്തില്ല, മരിച്ചാലും ഞാൻ അവനായി ജീവിക്കും, എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം അവൻ നോക്കും, എന്റെ യേശുവിനായി ഞാൻ ജീവിക്കും എന്ന് തീരുമാനമെടുക്കാനുള്ള ഒരു അസാധാരണ വിശ്വാസം അകത്തേക്ക് വരുമ്പോഴാണ് ദൈവമക്കളായി തീരുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളായി തീരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസം വരാതെ നമ്മുടെ നട്ടൽ ഉറക്കുകയല്ല. ആ വിശ്വാസം വരാതെ കേരളക്കരയിലെ എത്രയോ അമ്മമാർ, അവരെ ഓർത്ത അഭിമാനത്തോടെ വീണ്ടും ഞാൻ സ്തോത്രം ചെയ്യുന്നു. വീട്ടിൽ എതിർപ്പുണ്ടായപ്പോൾ, ഒറ്റപ്പെടൽ വന്നപ്പോൾ ഈ വിശ്വാസം അകത്ത് അവർ തിയോളജി മുഴുവനൊന്നും അവർ പഠിച്ചില്ല, അവർക്ക് വേറെ പുസ്തകം മുഴുവനൊന്നും അറിയില്ല, പക്ഷെ ഒരു അസാധാരണ വിശ്വാസം അകത്ത് വന്നു. അത് അന്ധവിശ്വാസമല്ല, യേശു രക്ഷകനാണെന്ന്, ഇതാണ് സത്യമെന്ന് ഇത് മനസ്സിലായ മാത്രയിൽ അവരാരെ നോക്കിയില്ല, ആഴിയെന്നോർത്തില്ല, ആഴം ആരാഞ്ഞില്ല, എന്റെ ദൈവത്തിനായി നിന്നു. അവരാണ് പല കുടുംബങ്ങളെയും നേടിയവർ. ഗ്ലോറി ബശകന ദരബ ശണ്ടരാദന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വിശ്വാസം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർ ദൈവമക്കളായി തീർന്നത്. ഇനി അടുത്തതോ, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും സ്തോത്രം. അപ്പൊ ഈ വിശ്വാസം വന്നെങ്കിലേ എന്ത് നടക്കുള്ളൂ? ഈ പറഞ്ഞ പണി നടക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇനി അതിന് താഴേക്ക് എഴുതിയിരിക്കുന്ന മുഴുവൻ ഇങ്ങനെ ആ വിശ്വാസം വരുമ്പോഴാണ് നമുക്കൊരു മാറ്റം ഉണ്ടാകുന്നത്. അപ്പൊ രക്ഷപ്പെട്ട ശേഷം, വിശ്വാസം വന്ന ശേഷം, ഏത് വിശ്വാസം? ഒരു ദൈവമുണ്ടെന്ന വിശ്വാസമല്ല, യേശുക്രിസ്തു മടങ്ങി വരുമെന്ന വിശ്വാസം. സ്തോത്രം. അതും പോരാ, അതിനായിട്ട് ഒരുങ്ങാനുള്ള വിശ്വാസം, അതിനായിട്ട് നിൽക്കാനുള്ള വിശ്വാസം, അതിനു വേണ്ടി ജയിക്കാനുള്ള വിശ്വാസം. ആ വിശ്വാസം വന്നു കഴിയുമ്പോൾ ആള് മാറും. രണ്ടാമത്തെ കാര്യമാണ് വിശ്വാസം വന്ന ശേഷം. എബ്രായ ലേഖനം 10-ാം അധ്യായം 26-ാം വാക്യം. എബ്രായ ലേഖനം 10-ാം അധ്യായം 26-ാം വാക്യം.
മൂന്നാമത്തെ കാര്യമാണ് സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം. സ്തോത്രം. അപ്പൊ ഇതൊരു പടിപടിയായിട്ട് കയറുന്നതാകട്ടോ. ശിരോടെ പാട്ടും പ്രാർത്ഥനയൊക്കെ ആയിട്ട് പോകുമ്പോൾ അടുത്ത ലെവലിലേക്ക് വരികയാ. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിക്കും. അപ്പോഴാണ് നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ തുടങ്ങുന്നത്. എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവം എന്നെ കാണുന്നുണ്ട്, ആ ദൈവം എനിക്ക് വേണ്ടി മുതൽ മുടക്കിയതാ, അവന് ലോകാപവാദം വരുത്തരുത്, ആ ദൈവത്തിന്റെ സാക്ഷിയായി ജീവിക്കണം, ഇവിടുത്തെ തൽക്കാലത്തെ ലാഭത്തിന് വേണ്ടി ദൈവത്തെ ഒറ്റിക്കൊടുക്കരുത് എന്ന് നമ്മുടെ അകത്ത് വരുന്ന ബോധത്തിനായി പരിജ്ഞാനം എന്ന് പറയുന്നത്. അല്ലാതെ കർത്തൃമേശ വായിലിരിക്കുമ്പോൾ സ്തോത്രം ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുകയും പറയാൻ പാടില്ലാത്ത പറയുകയും ചെയ്യുന്നത് പരിജ്ഞാനമല്ല. സത്യത്തിന്റെ പരിജ്ഞാനം അടുത്ത ലെവലാണ്. അത് വരുമ്പോൾ നമ്മൾ പലതിൽ നിന്നും വേർപെടും, ചിലതൊക്കെ വേണ്ടെന്ന് വെക്കും. അപ്പൊ മൂന്നാമത്തെ ലെവൽ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം. നാലാമത്തത് എബ്രായ ലേഖനം തന്നെ 10:32, എബ്രായർ 10:32. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം. നാലാമത്തത് പ്രകാശനം ലഭിക്കുക. ഇതൊരു അസാധാരണ സംഭവമാണ്. അതൊരു വിഷയത്തെക്കുറിച്ച് വേദപുസ്തകം വായിച്ചപ്പോൾ ഒരു പ്രകാശനം കിട്ടി. സ്തോത്രം, ഹല്ലേലൂയ. ഒരു ബ്രൈറ്റ്നസ്. ആ കാര്യത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ച്, എൻ്റെ ഭാവിയെക്കുറിച്ച് കരിമേഘം മൂടിക്കിടക്കുന്നത് പോലെ അയ്യോ പത്തോ വിളിച്ച് നടക്കുകയല്ല. നീ ഇത്ര ധൈര്യത്തോടെ എങ്ങനെയാണ് കൊച്ചിനെ, സ്തോത്രം, നിന്റെ കയ്യിൽ ഒന്നുമില്ലാതെ ഇത്രയും പണം മുടക്കി ഒരു കോഴ്സിന് പഠിപ്പിക്കാൻ വിട്ടതെന്ന് ചോദിക്കുമ്പോൾ സായിപ്പ് തരൂന്നല്ല, എനിക്കൊരു പ്രകാശനമുണ്ട്, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ആ പ്രകാശനമാണ് ധൈര്യം. സ്തോത്രം. നല്ല സംഖ്യ ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സുവിശേഷ വേലയ്ക്ക് അത് വേണ്ടെന്ന് വെച്ചിറങ്ങി വരണമെങ്കിൽ ഏതെങ്കിലും ആള് തലേ കൈവച്ചുകൊണ്ട് ഇറങ്ങി വന്നവരൊക്കെ ഇതിലേക്ക് കറങ്ങി നടക്കുന്നുണ്ട്. പക്ഷെ പ്രകാശനം കിട്ടിയവരാരും ലജ്ജിക്കുകയല്ല. സ്തോത്രം. അതിന് വേറൊരു അറിവാ ദൈവമക്കളെ. അത് തെറ്റിദ്ധാരണയല്ല, അതിനെക്കുറിച്ച് കൃത്യമായ പുകമറ മാറി ഒരു വെളിച്ചം കയറുന്നതാണ് പ്രകാശനം. സ്തോത്രം. ഇത് നാലാമത്തത്. യിരെമ്യാ പ്രവചനം അല്ല, സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 23-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, വിട്ടയച്ച ശേഷം. ഇതൊരു വിടുതലാണ്. സ്തോത്രം. വിട്ടയച്ച ശേഷം, ഒരു വിടുതൽ കിട്ടിയ ശേഷം എന്ന് വേണം പറയാൻ. കാരാഗ്രഹത്തിനകത്ത് അപ്പോസ്തലന്മാരെ പിടിച്ചിട്ടു. അന്നത്തെ കാലത്ത് അവരെ വേണമെങ്കിൽ പിറ്റേ ദിവസം നേരം വെളുപ്പിക്കാതെ കൊന്നുകളയാം. പക്ഷേ ദൈവകൃപയാൽ അവരെ വിട്ടയച്ചു. വിട്ടയച്ച ശേഷം അവരെന്തു ചെയ്തു, എന്തായി തീർന്നു എന്നതൊരു ഉപദേശ വിഷയമാണ്. അത് തന്നെ ഒരു പ്രസംഗ വിഷയമായതുകൊണ്ട് ഞാൻ അവിടെയും കയറുന്നില്ല. സ്തോത്രം. അത് നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുകയാണ്. പലർക്കും വിടുതൽ കിട്ടിയ ശേഷം അവർ ആ വഴിക്കങ്ങ് പോയി, പിന്നെ അവരെ കണ്ടിട്ടില്ല. പക്ഷെ ചിലരെ അന്യായമായ ബന്ധനത്തിൽ നിന്ന് വിടുതൽ കിട്ടി അഥവാ വിട്ടയച്ച ശേഷം അവർ നേരെ കൂട്ടുകാരുടെ അടുക്ക പോയി എന്നല്ല, കൂട്ടാളികളുടെ അടുക്ക പോയി. കൂട്ടാളി എന്ന് പറയുന്നത് യോക്ക് ഫെലോ എന്നാണ്, കൂട്ടായ്മക്കാരാണ്. ഒരു വിടുതൽ കിട്ടിയാൽ അവനവൻ്റെ വഴിക്ക് പോകരുത്. സ്തോത്രം. പിന്നെ അടുത്ത പ്രശ്നം ആവുമ്പോഴല്ല കാണേണ്ടത്, അവർ പിന്നെ കൂട്ടായ്മയ്ക്കകത്തായിരിക്കണം. ഇങ്ങനെ 1, 2, 3, 4, 5 എന്ന് ഇനിയുണ്ട്. അതെല്ലാം ഞാനിവിടെ കുറയ്ക്കും. ഒരു 5 എണ്ണം പറഞ്ഞ് നിർത്തുക. സ്തോത്രം, ഹല്ലേലൂയ. ഇനി നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് മടങ്ങി വരിക. രക്ഷപ്പെട്ട ശേഷം എന്ന് പറഞ്ഞാൽ സ്തോത്രം, നമ്മളതിനെ സ്തോത്രം ആത്മീകവൽക്കരിച്ച് തന്നെ എടുക്കുന്നു. ഒരു പ്രശ്നത്തിൽ നിന്ന്, ഒരു കപ്പൽ ഛേദത്തിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ അപ്പുറം നമ്മുടെ ആത്മീക നിലവാരത്തിനകത്ത് നമ്മൾ ദൈവത്തിൻ്റെ കൃപയാൽ, ക്രിസ്തുവിൻ്റെ ചോരയാൽ രക്ഷപ്പെട്ടു. അതിനുശേഷം നടക്കുന്ന 9 കാര്യങ്ങൾ, അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക. ആ ആദ്യത്തെ വാക്യം ഒന്നോടെ ആവർത്തിക്കുന്നു. രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേര് മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. എഴുതി വെക്കുന്നെങ്കിൽ ആദ്യത്തെ വാക്ക് എഴുതി വെച്ചു. 1, രക്ഷപ്പെട്ടതിന് ശേഷം ആ പലതും ഗ്രഹിക്കാൻ തുടങ്ങിയത്. സ്തോത്രം, ഹല്ലേലൂയ. അതിന് നമ്മൾ പ്രത്യേകിച്ച് തിയോളജി ഒന്നും പഠിക്കാൻ പോയില്ല. നാം ആത്മീകമായി രക്ഷപ്പെട്ട് കഴിയുമ്പോൾ നമ്മളെ നയിക്കുന്നത് ദൈവാത്മാവാണ്. നമ്മൾ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്. അപ്പം നമുക്ക് പലതും ഗ്രഹിക്കാൻ തുടങ്ങും. അതിനു മുമ്പ് നമുക്ക് ദൈവം വിലക്കിയ പല കാര്യങ്ങളും പാപമാണെന്നൊരു തോന്നലില്ലായിരുന്നു. ബൈബിളെന്നും വീട്ടിലുണ്ട്, ധ്യാനവും നോയുമ്പോക്കെ അന്ന് നമുക്കുണ്ട്. പക്ഷെ ഇതെല്ലാം കഴിയുമ്പോഴേക്കും തമ്പുരാൻ വിലക്കിയത് പാപമാണെന്നുള്ളൊരു ബോധ്യം നമുക്കില്ലായിരുന്നു. പക്ഷെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ചെയ്തു പോകുന്നത് പലതും തെറ്റാന്ന് ഗ്രഹിക്കാൻ തുടങ്ങി. പല കാര്യങ്ങളും തെറ്റാന്ന് ഗ്രഹിക്കാൻ തുടങ്ങി. ആ ഗ്രാഹ്യമാണ് നമ്മളെ ജ്ഞാനികളാക്കിയത്. ആ ഗ്രാഹ്യമാണ് നമ്മളെ വേർപെട്ടവരാക്കിയത്. ഹല്ലേലൂയ.
അല്ല, ഞാൻ പോയിടത്ത് എല്ലാവരും വെള്ളക്കുപ്പായ ധരിക്കുന്നത്, അതുകൊണ്ട് ഞാനും ധരിക്കുന്നു. ഞാൻ ചെന്ന കൂട്ടത്തിൽ ആരും ചെരിപ്പിടാറില്ല, അതുകൊണ്ട് ഞാനും ഇടുന്നില്ല. അതല്ല. പിന്നെയോ, ഞാൻ രക്ഷപ്പെട്ടതിന് ശേഷം ദൈവം എന്നെ പലതും ഗ്രഹിപ്പിച്ചു. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന പല വാക്കും ദൈവത്തിന് ഇഷ്ടമല്ലെന്ന്, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പല പണിയും ദൈവത്തിന് ഇഷ്ടമല്ലെന്ന്, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന പല ലാഭവും അത് ദൈവത്തിന്റെ തന്നെ നീതിയല്ലെന്ന് അത് ഗ്രഹിച്ചതപ്പോഴാണ് പരിശുദ്ധാത്മാവ് അകത്ത് വന്നപ്പോൾ, യേശു അകത്ത് വന്നപ്പോൾ രക്ഷ നമുക്ക് കിട്ടിയതാണ് പലതും ഗ്രഹിക്കാൻ തുടങ്ങിയത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ രക്ഷ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പലതും, നമ്മൾ എവിടാ നിൽക്കുന്നത്, നമ്മൾ എവിടെ വരെ എത്തി, നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത്, നമ്മൾ എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യാൻ പാടില്ലാത്തത്, എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്, ഇതൊക്കെ ഗ്രഹിക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഹല്ലേലൂയ, ഇത് 68ാമത്തെ അത്യുന്നതന്റെ മറവില. ഇനി ഒരു 70 എണ്ണോടെ കൂടിയാലും ഈ രക്ഷ അകത്ത് വരുന്നില്ലെങ്കിൽ പിന്നെയും നമ്മൾ ഇത് TV ഓഫ് ചെയ്തിട്ട് പിന്നെയും നമ്മൾ പഴയ പരിപാടി കാണിക്കും. സ്തോത്രം. അതിൻ്റെ കാര്യം പ്രസംഗം മുറയ്ക്ക് കേൾക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. രക്ഷപ്പെട്ടാൽ നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമുണ്ടാകും. അതാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. രക്ഷപ്പെട്ട ശേഷം അവർ ഗ്രഹിച്ചു. ഇതൊരു ചരിത്രമാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയുക. പ്രായമുള്ള അമ്മമാർ, വിദ്യാഭ്യാസമില്ലാത്ത പലരും, അവരെ പരിശുദ്ധാത്മാവ് ഗ്രഹിപ്പിക്കാൻ തുടങ്ങി. വിദ്യാസമ്പന്നരായ പല പുള്ളികൾക്കും ഇതുവരെ ദൈവത്തെ ഗ്രഹിക്കാൻ കഴിയാതെ ദൈവമല്ലാത്തത് പലതും ദൈവമെന്നോർത്തിരിക്കുമ്പോൾ, സ്കൂളിന്റെ പടിവാതിൽ കാണാത്ത പലരും, സ്വത്രജ്ഞാനികളല്ലാത്ത പലരും രക്ഷപ്പെട്ടതിന് ശേഷം ദൈവത്തെ അറിഞ്ഞു. ഹല്ലേലൂയ. രക്ഷപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് പലതും ഗ്രഹിക്കാൻ കഴിയും. രണ്ടാമത്തത് 2-ാം വാക്യമാണ്. ഞാനിനി പറയുന്നത് ആത്മീക ജീവിതത്തോട് ബന്ധപ്പെട്ട, രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള ജീവിതത്തെ ഒന്ന് ട്രേസ് ചെയ്യുക, അതിനെ ഒന്ന് പിക്ചറൈസ് ചെയ്യുക. 2-ാം വാക്യം. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണമായ ദയ കാണിച്ചു, മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു. 2-ാമത്തെ കാര്യം കേട്ടോളണേ. രക്ഷപ്പെട്ടതിന് ശേഷം ആദ്യം കിട്ടിയത് എല്ലാവരിൽ നിന്നും അസാധാരണമായ ദയ. എല്ലാവരും അങ്ങ് കൈക്കൊണ്ടു. രക്ഷിക്കപ്പെട്ടവർക്കറിയാം, ആദ്യമൊക്കെ ചെന്നപ്പോൾ നമ്മളെ താഴെ വെച്ചിട്ടില്ല. സ്തോത്രം. അത് എന്നെ തുറച്ചു നോക്കിയിട്ട് കഥയില്ല. രക്ഷിക്കപ്പെട്ടെന്ന് ആരോടെങ്കിലും പറയണം, എന്നാലേ ആ കരുതൽ കിട്ടുള്ളൂ. അത് ഇതുവരെ പറയാത്തതിൻ്റെ പേരിൽ സ്തോത്രം ആരും കൈ പോലും തന്നില്ല. അതിനിപ്പോൾ നമ്മൾ ഉത്തരവാദിയല്ലല്ലോ. പച്ചക്ക് രക്ഷിക്കപ്പെട്ട് ചെല്ലുമ്പോൾ അന്ന് നമുക്ക് അസാധാരണ ദയയാണ്, ഭയങ്കര കരുതലാണ്, സ്നേഹമാണ്. നമ്മുടെ വീട്ടിൽ കൂടെ ഉപദേശിമാർ വരുന്നു, നമ്മൾ വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്നു. സ്തോത്രം. ഇതൊക്കെ ആദ്യത്തെ കാലത്താണ്. ഒരു കാര്യം ഓർത്തോളണം, രക്ഷപ്പെട്ടവർ കേട്ടോളണം, ഇതങ്ങ് അവസാനം വരെ ഉണ്ടാകുമെന്ന് വ്യാമോഹിച്ചാൽ നമ്മൾ പുസ്തകം താത്തി വെച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇതൊരാദ്യകാല ട്രീറ്റാണ്. രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ഭയങ്കര കരുതൽ കിട്ടും. കൂടെ വിളിക്കാൻ തുടങ്ങും ആളുകൾ. വീട്ടിൽ ആഴ്ചയിൽ ഒരിക്കൽ വരാൻ തുടങ്ങും. നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങും. നമ്മുടെ കുളിര് മാറ്റാൻ പലതും ഒരുക്കാൻ തുടങ്ങും. നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റാൻ സ്വത്ര കാര്യങ്ങൾ നീക്കാൻ തുടങ്ങും. ഇതൊക്കെ ചെയ്തു തരുന്നൊരു സീസണാണ് രക്ഷപ്പെട്ട് കഴിയുമ്പോൾ തൊട്ടപ്പുറയുള്ള. അടുത്തത് 3-ാമത്തത്, രക്ഷപ്പെട്ടതിന് ശേഷം, ഈ ദീപി കയറിയതിന് ശേഷം ആദ്യത്തെ കരുതലും സ്നേഹമൊക്കെ അവിടത്തുകാരെന്ന് കിട്ടി. 3-ാമത്തത്, ഈ രക്ഷപ്പെട്ട കക്ഷി പൗലോസ്, അദ്ദേഹം ഒരു വിറക് പിറക്കി തീയിലേക്ക് ഇടുകയാണ്. സ്തോത്ര, ഹല്ലേലൂയ. അതൊരു ആത്മാർത്ഥതയാണ്. എന്താണ് ആത്മാർത്ഥത? ആ തീ കെട്ടുപോകരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ആ ആത്മാർത്ഥത, അത് 3-ാമത്തെ പടിയാണ്. സ്തോത്രം. രക്ഷപ്പെട്ടവരുടെ ശ്രദ്ധയ്ക്ക്, രക്ഷപ്പെട്ടതിന് ശേഷം ഒരു പ്ലാവില പോലും എടുത്ത് അനക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നവും വരാൻ സാധ്യതയില്ല. നിങ്ങൾ രക്ഷപ്പെട്ടതിന് ശേഷം ഈ തീ കെടാതിരിക്കാൻ, നിങ്ങൾ ചെന്ന് കയറിയിടത്ത് തീ കെടാതിരിക്കാൻ, അവിടത്തെ ചൂട് കുറയാതിരിക്കാൻ, അവിടെ ചിലർക്കോടെ ഗുണം വരാൻ നിങ്ങൾ അതിലൊരു പങ്കാളിയാകാൻ തുടങ്ങിയാലേ പ്രശ്നമുള്ളൂ. ഇല്ലെങ്കിൽ രക്ഷപ്പെട്ടു. നമ്മുടെ ജീവിച്ചെന്നിരുന്നു, അന്ന് അവിടെ ഇരുന്നതാ. വന്നതും ആരും അറിയുന്നില്ല, പോകുന്നു ഒരു സ്തോത്രം പോലും പറയുകയല്ല, കൈ അടിക്കുകയല്ല, വേദപുസ്തകം കൊണ്ടുവരികയല്ല. അവന് പാമ്പും പഴുതാരി ഒന്നും വിഷയമല്ല, അവനെ പിശാചിന് പോലും വേണ്ട, അവിടെ ഇരുന്നോളും. ഈ മാർഗത്തിൽ വന്നിട്ട് തിരുനാമത്തിന് വേണ്ടി വല്ലതും ചെയ്യാൻ തുടങ്ങിയാൽ, ഈ ചൂട് കുറയാതിരിക്കാൻ വല്ലതും ചെയ്യാൻ തുടങ്ങിയാൽ, ഇതിനകത്ത് ചിലത് ചെയ്യാൻ തുടങ്ങിയാൽ,
ഉഡാരബാല ശന്തലരഗദനാദിയാന. ഹല്ലേലൂയ. മൂന്നാമത്തതാ ഇതിനകത്ത് വന്നാൽ ചിലത് ചെയ്യണം. അടങ്ങിയിരിക്കരുത്, VIP കളിക്കരുത്. ഇതിനകത്ത് കയറിയാൽ, ഈ തുരുത്തെ കയറിയാൽ, ഈ ദീപെ കയറിയാൽ, രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ, ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ, രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പാട്ട് പാടുമ്പോഴൊക്കെ കൂടെ ഒന്ന് കയ്യൊക്കെ അടിച്ചെങ്ങനെ തീ കത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. തീയെ നിലനിർത്തുന്നത് വിറകാണല്ലോ ഇട്ട് കൊടുക്കുന്നത്. ആ വിറക് നമ്മുടെ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ, നമ്മുടെ സ്തോത്രങ്ങൾ, സ്തുതികൾ ഇതിട്ട് കൊടുക്കുമ്പോഴാണ് ഇത് കത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഇത്രയും നേരമായിട്ട് രാവിലെ 6 മണി മുതൽ തുടങ്ങിയിട്ട് ഈ സമയം വരെ ഒരു സ്തോത്രം പോലും പറയാത്ത നിങ്ങളെപ്പോലെ ഒരു 20 പേരിരിക്കുന്ന സഭയാണെങ്കിൽ അതെന്തായി പോയേനെ കൂടപ്പുറപ്പേ. എന്നാൽ രാവിലെ വന്നപ്പോൾ മുതൽ ഇവിടെ തീ കെടാതിരിക്കാൻ പ്രാർത്ഥിച്ചപ്പോൾ കൂടെ പ്രാർത്ഥിച്ചവർ, സ്തോത്രം ചെയ്തവർ, പാടിയപ്പോൾ കൂടെ പാടിയവർ, കരമടിച്ചവർ, അന്യഭാഷ പറഞ്ഞവർ, പ്രസംഗിച്ചപ്പോൾ സ്തുതിച്ചവർ, വചനമേറ്റെടുത്തവർ, ദൈവത്തെ ആരാധിച്ചവർ, കർത്താവിനെ ഉയർത്തിയവർ, മഹത്വം കരയറ്റിയവർ, അവരാണ് തീ കെടാതെ സൂക്ഷിക്കുന്നവർ. ഹല്ലേലൂയ. ഉഡാരമാന ശന്തനരഗദന. കേക്കൂ പ്രിയപ്പെട്ടവരെ, ഈ മാർഗത്തിൽ വന്നിട്ട് ഒന്നും ചെയ്യാത്തവർക്ക് പോരാട്ടമില്ല. ഒന്നും ചെയ്യാത്തവർക്ക് അവർക്ക് ഉയർച്ചയും മാന്യതയൊന്നും ഉണ്ടാവത്തുമില്ല. ഈ മാർഗത്തിൽ വന്നിട്ട് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി, കർത്താവിന്റെ നാമത്തിന് വേണ്ടി നീ കണ്ട നിന്റെ കുളിര് മാറ്റിയ, നിന്റെ ജീവിതത്തിന്റെ തണുത്തുറഞ്ഞ സ്ഥിതി മാറ്റിയ, നിന്റെ മരവിപ്പ് മാറ്റിയ ഈ തീ കെടരുത്. പുറകെ ചിലരോടെ വരുന്നുണ്ട്, അടുത്തൊരു തലമുറ വരുന്നുണ്ട്. അവർക്കൂടെ ഇത് ഉപകരിക്കണം. എന്റെ ശേഷം വെള്ളപ്പൊക്കമല്ല, ഇവിടം കൊണ്ട് തീരുവല്ല, കർത്താവ് വരുവാളോ ഈ തീ കെടരുത് എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കായിട്ട് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ. അവർക്കായിട്ട് സ്തോത്രം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ ആത്മീയതയുടെ ജ്വാല കുറഞ്ഞു പോകാതിരിക്കാൻ, ഈ ചൂട് കുറയാതിരിക്കാൻ ഉള്ള തീയിലേക്ക് വെള്ളം ഒഴിക്കുകയല്ല, ഇതിലേക്ക് പിന്നെയും പിന്നെയും കെടാതിരിക്കാൻ എനിക്ക് ശേഷം പുറകെ വരുന്നവനെ കുളിര് മാറണം, അവനും ഇതിനകത്ത് ചൂട് അനുഭവിക്കണം എന്ന് ചിന്തിക്കുന്നവനെ ഇതിനകത്തേക്ക് ഇനിയും പറക്കിയിടാൻ പറ്റുള്ളൂ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരട്ടെ. എനിക്ക് ശേഷം അവിടുത്തെ വരവ് താമസിച്ചാൽ എന്റെ തലമുറയും ഈ ചൂട് അനുഭവിക്കണം, അവരും ഇതിന്റെ കുളിര് മാറണം, ലോകത്തിന്റെ തണുപ്പ് മാറണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരിന്ന് ദൈവസന്നിധിയിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ആ ബലമേറ്റെടുത്ത് സ്തോത്രം ചെയ്യട്ടെ. അവർക്കേ പോരാട്ടമുള്ളൂ, അവരുടെ കയ്യിലെ പ്രശ്നങ്ങളുള്ളൂ, വേറെ ആർക്കവിടെ പ്രശ്നമില്ല. പാമ്പ് കയറി. സ്തോത്രം, ഹല്ലേലൂയ. അടുത്തത് 4-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുക. 4-ാമത്തെ കാര്യം, ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യനൊരു കൊലപാതകൻ സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതിദേവി അവനെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. 4-ാമത്തെ കാര്യമാണ് സ്തോത്രം. നീ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ പിശാച് വെറുതെ ഇരിക്കുകയല്ല, പോരാട്ടം ഉണ്ടാവും. പോരാട്ടം ഉണ്ടാകുമ്പോൾ നിന്നോട് ദയ കാണിച്ചവർ തന്നെ നിന്നെ വിമർശിക്കും, തെറ്റിദ്ധരിക്കും. ഇതിനകത്ത് വന്നിട്ട് ഇന്ന് വരെ ആരും തെറ്റിദ്ധരിക്കാത്ത തങ്കക്കുടങ്ങളായിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവരോർത്തോളണം, ചേട്ടൻ ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. സ്തോത്രം. ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് കൂട്ടെന്ന് പറഞ്ഞ പോലെ ഇതിനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെ അഭിപ്രായങ്ങൾ വരും. ഇങ്ങേർക്ക് വലിയ കാര്യം ഉണ്ടായിരുന്നു, അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ പോരായിരുന്നു, ആളാകാൻ പോയതുകൊണ്ടല്ലേ, ഇതൊക്കെ വരും. ആദ്യം ഇതിനകത്തുള്ളതാ 4-ാമത്തെ കാര്യം. രക്ഷപ്പെട്ട ശേഷം ഒരുപാട് കഥകൾ, വിമർശനങ്ങൾ, തെറ്റിദ്ധാരണകൾ ഇതെല്ലാം ഉണ്ടാകും. ഈ നട്ടുച്ച നേരത്ത് കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് സ്തോത്രം ചെയ്യുമ്പോൾ ആത്മാർത്ഥതയോടെ ഈ തീ കെടാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വെച്ചിരുന്നത് പോലെ എടുത്തിട്ട് തീ പിടിപ്പിച്ചതിന് നിങ്ങൾക്ക് കിട്ടിയത് നിന്നയും പരിഹാസവുമാണെങ്കിൽ
നിങ്ങൾക്ക് കിട്ടിയത് ചോദ്യം ചെയ്യലും ഉപദ്രവമാണെങ്കിൽ, നിങ്ങളെ അടിച്ചമർത്താനാ ശ്രമിച്ചതെങ്കിൽ, നിങ്ങളെ നിന്ദിക്കാനാ നോക്കിയതെങ്കിൽ, നിങ്ങളെ വിമർശിക്കുക ചെയ്തതെങ്കിൽ, ഇത് നിങ്ങൾക്ക് മാത്രമുള്ളെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് ഇവിടം വിട്ടു പോകരുത്. ഇതെല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാവരും നേരിട്ടിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഈ മാർഗത്തിന്റെ അടുത്ത സീസണാണിത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അസാധാരണ ദയയും കരുതലും. ആ മോനെ എന്നുള്ള വിളിയൊക്കെ കേൾക്കുമ്പോൾ അതിനകത്തങ്ങ് മയങ്ങി അങ്ങ് വീണേക്കരുത്. ഓർത്തോളണം, തൊട്ടു പുറകെ ഇവൻ തന്നെ അടുത്ത പണിയും കൊണ്ട് വരുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യുമ്പോൾ നേരം പറയാൻ തുടങ്ങും, ഇവൻ കള്ളനാണ്, ഇവൻ കൊലപാതകനാണ്, ഇവൻ കാശ് തട്ടിച്ചവനാണ്, സായിപ്പിൻ്റെ കാശ് ഇഷ്ടം പോലെ കിട്ടി. അത് സ്തോത്രം. ഇതൊക്കെ പറയുന്ന, അതൊക്കെ എന്തോരം കേട്ടിട്ടാ ദൈവസഭ ഇത്രയും വന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇത് നാലാമത്തെ കാര്യമാണ്. നാലാമത്തെ കാര്യം. ഹല്ലേലൂയ. നാലാമത്തെ കാര്യം. സ്തോത്രം. ഹല്ലേലൂയ. അഞ്ചാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, അതിനോടുള്ള പ്രതികരണമാണ്. പൗലോസ് ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ഒരു ദോഷവും പറ്റിയില്ല. ഇങ്ങനെയുള്ള പ്രശ്നം വരുമ്പോൾ അതിനെ അങ്ങ് കുടഞ്ഞു കളഞ്ഞേക്കണം. അതിനെ നെഞ്ചത്ത് വെച്ചോണ്ട് നടക്കരുത്. അവൻ അങ്ങനെ പറഞ്ഞു, അവൾ ഇങ്ങനെ പറഞ്ഞു, അച്ചാച്ചൻ ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, സ്വത്ര ഉപദേശി അങ്ങനെ പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞോണ്ട് തഴുകി തലോടി അതിനെ ഉള്ളിൽ കൊണ്ട് നടക്കരുത്. അങ്ങനെ വരുമ്പോൾ നീ കേട്ടോ, ഇതിനെ താലോലിക്കരുത്, തഴുകരുത്, കുടഞ്ഞു കളഞ്ഞേക്കണം. യേശുവിന്റെ നാമത്തിൽ ഈ നല്ല ശനിയാഴ്ച മാർച്ച് മാസം തീരാൻ തുടങ്ങുമ്പോൾ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ ഭാവിയെ ബാധിക്കുന്ന, എൻ്റെ ക്രിസ്തീയ ജീവിതത്തെ ബാധിക്കുന്ന ചില വിഷയങ്ങൾ എന്നെ കയറി പിടിച്ചു, എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല, എൻ്റെ ചിന്താമണ്ഡലത്തിൽ നിന്ന് പോകുന്നില്ല, എൻ്റെ ഹൃദയം മുറിഞ്ഞു, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒന്നേ ചെയ്യാനുള്ളൂ, നീ അതിനെ യേശുവിന്റെ നാമത്തിൽ അതിനെ കുടഞ്ഞു കളയുക. തീയിലേക്ക്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആ തീയിലേക്ക് കുടഞ്ഞു കളയുക. നിന്നെ കുറിച്ച് പറഞ്ഞത്, നീ കേട്ടത്, നിന്നെ വേദനിപ്പിച്ചത്, നിന്നെ വിഷമിപ്പിച്ചത് എല്ലാം യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. ഞാനിത് വായിച്ച് എനിക്കൊരു അല്പസമയം കിട്ടി. ഈ മെസ്സേജ് എല്ലാം ഞാൻ ഇങ്ങനെ എഴുതി വെച്ചതിന് ശേഷം ഒന്ന് സ്തോത്രം അതിനെ ഒന്നോടെ റീസർച്ച് ചെയ്ത്, അപ്പം ഞാൻ മലയാളികളുടെ ഇടയിൽ ഞങ്ങളെപ്പോലത്തെ കർത്തൃദാസന്മാർക്ക് ഒരുപാട് ഉപകരിച്ച സാധാരണമായിരിക്കുന്ന ആത്മീക ജ്ഞാനം വേദപുസ്തക വ്യാഖ്യാനത്തിലൂടെ പകർന്നു തന്ന ജി സുശീലൻ എന്നൊരു എഴുത്തുകാരൻ, ഇന്ന് അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുന്നു, വീണ്ടെടുക്കപ്പെട്ടവരുടെ ഇടയിലെ ഒരു ജ്ഞാനിയായ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിനകത്ത് ഞാൻ ഈ മെലീത്തയെക്കുറിച്ച് ഒന്ന് നോക്കി. ഇന്നാണ് ഞാൻ കാണുന്നത്, ഇത്രയും നാളുകൾ ഈ വിഷയമൊക്കെ പ്രസംഗിച്ചിട്ട് അദ്ദേഹം മെലീത്തയെക്കുറിച്ച് എഴുതി വെച്ച് അവസാനം എഴുതിയാണ്, മെലീത്ത ദ്വീപിൽ ഇന്ന് പാമ്പുകൾ ഇല്ല എന്ന്. നിങ്ങൾക്കത് കേട്ടിട്ട് ഒന്നും തോന്നിയില്ല. ഞാനത് വായിച്ചപ്പോൾ 1000 സ്തോത്രം ചെയ്തു. അത് സത്യമാണെങ്കിൽ, ജി സുശീലൻ സാറ് എഴുതിയത് സത്യമാണെങ്കിൽ, ആ ദ്വീപിൽ പാമ്പുകൾ ഇല്ലെങ്കിൽ, അത് സത്യമാണെങ്കിൽ, ഉപദേശിയെ തൊട്ടത് അന്നത്തെ കൊണ്ട് അവരുടെ ആ വിഷജീവിയുടെ തലമുറയെ പോലും അതോടുകൂടെ തീർത്തവിടെ. യേശുവിന്റെ നാമത്തിൽ അത് സത്യമാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ വിശ്വസിക്കുക. നീ നീതിമാനാണെങ്കിൽ, നീ ഒരു അഭിഷിക്തനാണെങ്കിൽ, നീ ദൈവവൈതലാണെങ്കിൽ, നിന്നെ വരഞ്ഞു ചുറ്റിയ, നിന്നെ തീർക്കാൻ നോക്കിയ, രക്ഷപ്പെട്ടിട്ട് നിന്നെ ജീവിക്കാൻ അനുവദിക്കാത്ത ആ ദുഷ്ടശക്തിയെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് അദ്ദേഹത്തിന്റെ അവ്യാഖ്യാനിയുടെ, ആ ദീർഘദർശിയുടെ, ജ്ഞാനിയുടെ വാക്ക് വെച്ച് പറയാം, സ്തോത്രം, അത് സത്യമാണെങ്കിൽ നിന്നെ തൊട്ടാൽ പിന്നെ ആ തൊട്ട ശക്തിയുടെ ഭാവി അതോടെ അവിടെ തീരും. അതാ ദൈവത്തിന്റെ അഭിഷിക്തൻ, അതാ ദൈവത്തിന്റെ പദ്ധതി. ഇന്ന് പകലിൽ വിശ്വാസത്തോടെ പറ, എന്നെ കടിച്ചത് ഇനി എൻ്റെ തലമുറയെ കടിക്കാൻ 16 തലമുറ കഴിഞ്ഞാലും നീ ഇവിടെ വാടില്ല. ക്രിസ്തു മാർഗം അവിടെ കയറാതിരിക്കാൻ, ആ ദ്വീപിൽ കയറാതിരിക്കാൻ അവിടെ വരിഞ്ഞു ചുറ്റിയ ശക്തിയെ ഭയപ്പെടാതെ തീയിൽ കുടഞ്ഞ അഭിഷിക്തൻ. ഹല്ലേലൂയ. ഞാനിത് വായിച്ച് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്തുകൊണ്ട് എൻ്റെ മനസ്സിലൂടെ ഓടി. എൻ്റെ ചർച്ചിൽ തന്നെ പല കുഞ്ഞുങ്ങൾ ഈ മാൾട്ടയിൽ ഇന്ന് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നുണ്ട്.
പൗലോസ് അവിടെ കൊണ്ടുവന്ന സത്യ ദൈവത്തിന്റെ ആത്മശക്തി ഇന്നവിടെ വേര് പിടിച്ചു. 2026 പൗലോസ് കൊണ്ടുവന്ന യേശുവിനെ അവനിൽ വ്യാപരിച്ച ശക്തിയോടെ ആരാധിക്കുന്ന നൂറുകണക്കിന് ദൈവമക്കൾ കേരളത്തിൽ നിന്ന് അവിടെ ഉണ്ട്. പക്ഷേ ജീസസ് എഴുതിയ സത്യമാണെങ്കിൽ അവനെ കടിച്ച് ആ ശക്തി ഇന്ന് ആ നാട്ടിലില്ലെന്ന്. നീ ആരാന്നാ നീ വിചാരിച്ചത്? നിന്നിൽ വ്യാപരിക്കുന്ന കൃപ എന്താന്നാ വിചാരിച്ചത്? ഇന്ന് പകലിൽ നീ പേടിക്കരുത്. നീ രക്ഷപ്പെട്ടവനാണ്. ചോരയാൽ രക്ഷപ്പെട്ടവനാണ്. കുഞ്ഞാടിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ. ഇന്ന് പകൽക്കാലം അധൈര്യപ്പെടരുത്. നിന്നെ വ്യാപരിക്കുന്ന ശക്തിയെ കുറഞ്ഞുകളാ. ഗ്ലോറി ബാഷിക്കേനിയ സന്ദരേ റിവലബ ശകേനിയ ദരശസിയ. ഹല്ലേലൂയ, സ്തോത്ര ഹല്ലേലൂയ. ആറാം വാക്യത്തിൽ കുടഞ്ഞു കളഞ്ഞു. അവർ വിചാരിച്ചു പൗലോസ് വീർക്കും ചാവും എന്ന് വിചാരിച്ചു. പക്ഷെ ചത്തില്ല. ചാവാത്തതിന് മേൽ 6-ാമത്തെ വാക്യത്തിന്റെ അവസാനം എഴുതിയിരിക്കുന്നു, അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി ഒരു ദേവൻ എന്ന് പറഞ്ഞു. 6-ാമത്തെ സീസണാണ്. നിന്നെ അങ്ങ് പുകഴ്ത്താൻ തുടങ്ങും. അയ്യോ സ്തോത്രം. ഷാജി പാസ്റ്റർ ദൈവത്തെ പോലെ എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് ദേവനായി കൊടുത്താൽ അവിടെ വെച്ച് നമുക്ക് തീരാം. അവിടെ വെച്ച് നമുക്ക് ഈ ഫയൽ അടയ്ക്കാം. പക്ഷേ ഇത് ഈ മാർഗത്തിൻ്റെ ഓരോ സീസണാണ് ദൈവമക്കളെ. നീ ഒരു വിഷയത്തെ ജയിക്കുമ്പോൾ പലരും നിന്നെ പുകഴ്ത്താൻ തുടങ്ങും. നിന്റെ പ്രസംഗം നന്നാവുമ്പോൾ, പ്രാർത്ഥിച്ചത് ചിലപ്പോൾ ഫലിക്കുമ്പോൾ, ചിലപ്പോൾ ഒരു പ്രസംഗത്തിലെ വാക്ക് ആത്മപ്രേരണയിൽ വിരൽ ചൂണ്ടി പറയുമ്പോൾ, അത് അടുത്ത ശനിയാഴ്ചക്കുള്ളിൽ നടക്കുമ്പോൾ പൊതുജനം പലതല്ലേ, ഇരിക്കുന്ന ആളുകൾ പിന്നെ ദേവനാന്ന് പറയും. അത് കേട്ട് നിന്നുകൊടുത്താൽ അവിടം കൊണ്ട് ലൂസിഫറിന് പറ്റിയത് നമുക്കും പറ്റാം. പക്ഷെ ഈ മാർഗത്തിൽ ഈ സീസണെ നീ ഭയപ്പെടണം. നിന്നെ പുകഴ്ത്തുമ്പോൾ താണു കൊടുക്കണം. കർത്താവാണ് വലിയവൻ, ദൈവമാണ് വലിയവൻ. ദാനിയേൽ പറഞ്ഞതുപോലെ, പൗലോസ് പറഞ്ഞതുപോലെ, ഈ മാർഗത്തിൽ ദേവന്മാരില്ല. യേശുവിന്റെ മാർഗത്തിൽ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, പ്രിയമുള്ളവരെ, ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാരെന്ന് പേര് പറഞ്ഞവരുണ്ടെന്ന് വരികിലും നമുക്ക് പിതാവായ ദൈവമേ ഉള്ളൂ, യേശു എന്ന കർത്താവുമുണ്ട്. അല്ലാതെ ഈ മാർഗത്തിൽ ദേവന്മാരില്ല. ഇതിനകത്ത് അങ്ങനെയുള്ളവരെ തിരികെ കയറ്റാൻ നൂറ്റാണ്ടുകളായി പിശാച് ശ്രമിച്ചു. കാര്യം ഗ്രഹിച്ച അഭിഷിക്തന്മാർ അതിനെ നിരസിച്ചു, അരുതെന്ന് പറഞ്ഞു. പൊങ്ങച്ചം പ്രതീക്ഷിച്ചവരൊക്കെ വാരി മടിയിൽ വെച്ചു. അടുത്ത സീസണിൽ അവരില്ലാതെ പോയി. എത്രയോ പേര് കേരളത്തിൽ തരംഗമായി വന്നവരാ, ചിന്നവരെ കാണാനില്ല. ദേവന്റെ പരിവേഷം ആരെടുക്കുന്നോ അവർക്ക് പറ്റിയ മാർഗമല്ല ക്രിസ്തുവിന്റെ മാർഗം. ഇത് 6-ാമത്തെ കാര്യമാണ്. 7-8-9 പെട്ടെന്ന് ഞാൻ പറയാം. 7-ാമത് സ്തോത്ര ഹല്ലേലൂയ. 7-ാമത്തെ വാക്യത്തിലേക്ക് കയറുക. അവിടെ കയറുമ്പോൾ ഇത്രയും പ്രശ്നങ്ങളെ തരണം ചെയ്തു, ഈ പ്രതികൂലങ്ങളെ സ്തോത്രം ജയിച്ചു. അത് കഴിയുമ്പോൾ ആ ദ്വീപ് പ്രമാണി, റോമൻ സർക്കാരിൻ്റെ നിരീക്ഷണത്തിൽപ്പെട്ട ഒരു ദ്വീപാണത്. ദ്വീപ് പ്രമാണി എന്ന് പറയുന്നത് അവിടുത്തെ ഗവർണറായിട്ട് റോമൻ സർക്കാർ നിയോഗിച്ചിരിക്കുന്ന ഭരണകർത്താവാണ്. അദ്ദേഹം കൂട്ടരും ഇവരെ, കപ്പലിലെ മുഴുവൻ ആളുകളെ അല്ല കേട്ടോ, പൗലോസിന്റെ സഹപ്രവർത്തകർ 2 പേരുണ്ട്. അവരാണ് 3 പേർ. പൗലോസിന്റെ 2 സഹപ്രവർത്തകരുണ്ട്, ദൈവമക്കളായവർ. അവര് അവിടെ ചെന്നപ്പോൾ ആ ദ്വീപ് പ്രമാണിക്ക് ജന്മഭൂമി ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെ ചേർത്ത് ആദരവോടെ അതിഥിസൽക്കാരം നൽകി. സ്തോത്രം, ഒരാദരവ് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ അടുത്തത് കാണുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം, 8-ാമത്തെ കാര്യം, 8-ാമത്തെ വാക്യത്തിനകത്ത് അദ്ദേഹത്തിന്റെ അപ്പന് പനി പിടിച്ച് കിടക്കുമ്പോൾ പൗലോസ് എന്ന് കൈവച്ചു ശുശ്രൂഷ നടന്നു. ഈ മാർഗത്തിന്റെ ഡെവലപ്മെന്റുകളാണ് പറയുന്നത്. ആദ്യം കിട്ടിയ ദയയിലും കരുണയിലും ഇത് വിദ്യയാണെന്നോർത്ത് ആരെങ്കിലും വണ്ടിക്കൂലിക്ക് കാശ് തന്നപ്പോൾ, ആരെങ്കിലും കൊച്ചിനെ പഠിപ്പിക്കാൻ കാശ് തന്നപ്പോൾ അത് തന്നെയാണ് മാർഗമെന്നോർത്ത് അവസാനം വരെ ഈ മാർഗത്തിൽ നിന്ന് പിരിവെടുത്തും കാശ് ഉണ്ടാക്കിയും ജീവിക്കാമെന്ന് വിചാരിച്ചവരൊക്കെ 2-ാം വാക്യത്തിൽ തീർന്നു. എന്നാൽ ഇതിൽ പിടിച്ചു നിന്നവനെ 8-ാം വാക്യത്തിലെത്തിയപ്പോൾ അവൻ കൈവച്ച രോഗി സൗഖ്യമാകുന്ന നിലയിലേക്ക് ദൈവം മാറ്റി. നമ്മുടെ നാട്ടിൽ കാണുന്ന നേർക്കാഴ്ചയാണ് ഞാൻ ഇവിടെ പറയുന്നത്. സ്തോത്രം. ആരെങ്കിലും ഒരു വിസ എടുത്ത് തന്നു, ഇല്ലായ്മയുടെ കാലത്ത് ഒരു രാജ്യത്ത് കൊണ്ടുപോയി
സ്തോത്രം. അവിടെ ചെന്നു പലരും നമ്മളെ സ്വീകരിച്ചു, വീട്ടിൽ പാർപ്പിച്ചു, ആഹാരം തന്നു. വണ്ടി കയറ്റി വിട്ടപ്പോൾ അതൊരു വലിയ കാര്യമാണെന്ന് ഓർത്ത് അത് തന്നെ പണിയാക്കിയാൽ 2-ാം വാക്യത്തിൽ തീരും. എന്നാൽ വേറെ പരിവേഷമൊന്നുമില്ലാതെ കൃപയിൽ നിന്നാൽ സ്വർഗം നിനക്ക് ശുശ്രൂഷ തരും. ഇത് 8-ാമത്തതാണ്. 9-ാമത്തതാണ്, ഞാൻ അവസാനിപ്പിക്കുക. ആ ദ്വീപ് വിടുകയാണ്. 10-ാം വാക്യത്തിൽ വെച്ച് ദ്വീപ് വിടുകയാ. ദ്വീപ് വിടുമ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, 10-ാം വാക്യം: അവരേറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ച് ആവശ്യമുള്ളതെല്ലാം കയറ്റി തന്നു. ആ വാക്ക് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞങ്ങളെ മാനിച്ചു. ഞാനിങ്ങനെ പറഞ്ഞു നിർത്താം. ഈ മെലീത്ത ദ്വീപ്, എൻ്റെ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ഇന്നത്തേക്ക് നിങ്ങളുടെ ഈ ലോകവാസത്തിൻ്റെ, നിങ്ങളുടെ 10 സെന്റ് ഭൂമിയിൽ ജീവിച്ചുകൊണ്ട്, നിങ്ങളുടെ കൊച്ചു കൂട്ടായ്മയിൽ ജീവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിത സാഹചര്യമായി കരുത്. സ്തോത്രം. ഇവിടെ നിന്ന് മാനിക്കപ്പെട്ടേ പോകാവൂ, നിന്ദിക്കപ്പെട്ടു പോകരുത്. ഇടയ്ക്ക് വെച്ചത് തീർക്കരുത്. പിടിച്ചു നിൽക്കണം. പോരാട്ടമുണ്ട്, നിന്ദയുണ്ട്, വിമർശനമുണ്ട്, ഇവിടെ മുമ്പോട്ട് തള്ളലുണ്ട്, ഇത് പലതുമുണ്ട്. പിടിച്ചു നിൽക്കണം. പിടിച്ചു നിൽക്കുന്നവരെ സ്വർഗസ്ഥനായ ദൈവം ഈ മാർഗത്തിൽ മാനിച്ചേ വിടുകയുള്ളൂ. ഹല്ലേലൂയ. നിന്റെ വീടിന്റെ പടിവാതിൽ ഒരിക്കൽ ഇറങ്ങണം. ഈ മണ്ണ് വിട്ട് നമ്മൾ ഒരിക്കൽ പോകണം. ഈ ദ്വീപ് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണം. നിന്റെ കട്ടിൽ ഒരിക്കൽ ഒഴിഞ്ഞു കൊടുക്കണം. നിന്റെ കിടക്കാടം ഒരിക്കൽ ഒഴിഞ്ഞു കൊടുക്കണം. ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ തല കുനിച്ചു പോകേണ്ടി വരരുത്. ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ നിന്ദിക്കപ്പെട്ട് പോകേണ്ടി വരരുത്. പോരാട്ടമുണ്ട്, പ്രതികൂലമുണ്ട്, കഷ്ടമുണ്ട്, നിന്ദയുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് എന്റെ കൂടെ പുറപ്പ് മാനിക്കപ്പെട്ടേ പോകാവൂ. മാനിക്കപ്പെട്ടേ പോകാവൂ. മാനിക്കപ്പെട്ടേ പോകാവൂ. ഞാൻ അവസാനിപ്പിക്കുക. നമ്മളെല്ലാവരും കൂടി എഴുന്നേറ്റ് നിന്നൊരു പാട്ട് പാടാൻ പറ്റുമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കണം. കുറെ നേരമായിട്ട് ഇരിക്കുകയല്ലേ. വീണവരുടെ അസ്ഥികൂടങ്ങൾ ചതറിക്കിടക്കുന്ന ഒരു മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സേവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീടരുത്. യേശുവിനെ വിളിച്ചിറങ്ങിയവർ, ഒറ്റയ്ക്ക് പോരാടുന്നവർ, വിഷയങ്ങളെ കുടഞ്ഞു കളഞ്ഞവർ, മുഖങ്ങൾ ഒടിച്ചു മുന്നേറിയവർ, നിങ്ങൾ തളരരുത്. മാനിക്കപ്പെടും. നിന്റെ വീട്ടിൽ നിന്ന് ദൈവം നിന്നെ മാനിച്ചിട്ട് പുറത്തിറക്കോളൂ. നീ സേവിച്ചത് സത്യമാണെന്ന് പറയിപ്പിക്കും. മാന്യത വരുന്നത് വരെയും സഹിച്ചു നിൽക്കുക. ദൈവം അത് ചെയ്യും. ചേർന്ന് പാടി നമുക്ക് ആത്മാവിൽ ആരാധിക്കാം. ആ സന്തോഷം ഈ പാട്ടിലൂടെ പങ്കുവെക്കാം. ആ പ്രതിജ്ഞ ദൈവസന്നിധി നമുക്ക് ഏറ്റുപറയാം. ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാം. ചേർത്തടിച്ച് സന്തോഷത്തോടെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ലിനി ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ലിനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോ. വിശ്വാസത്തോടെ അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായി എന്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായി എന്റെ